അപ്പോൾ ഒടുവിൽ ഇതാ വി.ഡി. സതീശനും പ്രതികരിക്കേണ്ടി വന്നു. കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ കൂടുതലായി പരിശോധിക്കുമ്പോൾ അജിംഷാദ് കൃത്യമാണ്. അതായത് ഈ വി.എസ്. ചന്ദ്രശേഖരൻ കെ സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന തരത്തിലൊക്കെ തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ടാർഗറ്റ് കൂടി ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. കാരണം ഇത്തരത്തിൽ ഉന്നതനായ ഒരു പദവിയിൽ KPCCയുടെ നിയമസഹായ വിഭാഗം അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ലൈംഗിക ആരോപണം വരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉടനടി പുറത്താക്കണമെന്ന ആവശ്യമാണ് കെ മുരളീധരൻ മുൻപോട്ട് വെച്ചത്. അതേ നിലപാടിൽ തന്നെ ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വി.ഡി. സതീശനും വ്യക്തമാക്കുന്നത്. മുരളീധരൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എന്റെ മകന്റെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ്, അത് കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക എന്നതാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരാൾ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ചുമതലയിലോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചുമതലയിലോ ഇരിക്കാൻ പാടില്ല എന്ന് തന്നെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. അതേ നിലപാട് തന്നെയാണ് വി.ഡി. സതീശനും മുൻപോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു നടപടി ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. പക്ഷേ സുധാകരൻ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വരുന്ന സമയങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ശരി, മേഘാമാധവനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.